എങ്ങനെയാണ് പ്രവാസം എന്നുള്ളൊരു സംഗതി മായയുടെ ജീവിതത്തെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം പ്രവാസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് എന്ന് ഞാൻ പറയാം. നമ്മൾ വരുന്ന ഒരു ജനറേഷന്റെ മുന്നിൽ ഒരുപാട് പേര് ഈ പ്രവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കഷ്ടപ്പാടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ പ്രവാസം ഈസ് ഈക്വൽ ടു പ്രയാസം. ലവ് മാരേജ് അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ഏതായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യാം? രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഒരു ബ്യൂട്ടി ഉണ്ടെന്നേ. ഇപ്പൊ ലവ് മാരേജ് ആണ് ശരി അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആണ് ശരി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും ഇറ്റ് ഈസ് അബൌട്ട് ഹൗ മച്ച് യു ആർ ഇൻവെസ്റ്റഡ് ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്, ഹൗ മച്ച് ഓഫ് എ റെസ്പെക്ട് യു ആർ ഗിവിംഗ് ഈച്ച് അതർ. ഞാനൊരു 3 വർഷത്തേക്ക് ലോക്കായി പോയി. അന്നുണ്ടല്ലോ ഞാൻ അച്ഛൻ കാരണമാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രവാസം എനിക്ക് വളരെ നല്ല ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് ഇവിടെ എനിക്ക് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ദ്രൻ ഫോർ ഷുവർ എനിക്കറിയാവുന്ന സിനിമയിലേക്ക് കയറത്തുള്ളൂ. കാരണം ഇന്ദ്രന്റെ മനസ്സിൽ മുഴുവൻ ഷാറുഖ് ഖാനും കുമാർ സാനും ആയിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. രാജു കുറച്ചും കൂടെ ടെക്നിക്കൽ സൈഡിനകത്തുള്ള ഒരു വിഷനും ഒക്കെ ഉള്ള ഒരാളാണ്. ഹി ഹാസ് എ ബിസിനസ് മൈൻഡ് ആസ് വെൽ. എങ്ങനെയുണ്ട് നേത്ര വന്നതിന് ശേഷമുള്ള ജീവിതം? അയ്യോ, ആ 2 വയസ്സായ സാധനം ഉണ്ടല്ലോ, ഇത്തിരിയേ ഉള്ളൂ. പക്ഷേ ഒന്നും പറയണ്ട, ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആണ് വീട്ടില്. എന്റെ മനസ്സിൽ എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു, എനിക്ക് എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യണം. സ്വന്തം കുഞ്ഞുണ്ടെങ്കിലും അങ്ങനെ ചെയ്യണം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ ജോൺ എടുത്ത് ഞാൻ ചോദിച്ചു, ഒരു കുഞ്ഞിനെ എടുത്താലോ? ഓപ്പൺ ടു അക്സെപ്റ്റിംഗ് ഹെർ. എനിക്കറിയില്ല, പക്ഷെ ആ കുഞ്ഞിന് നമ്മളെ കാണുമ്പോൾ എപ്പോഴും ഉണ്ടാവും, ഞാൻ ഇവരെ പോലെ അല്ലല്ലോ എന്ന് തോന്നുമോ? നമ്മുടെ മനസ്സിൽ 1000 ചോദ്യങ്ങളാണ്. അയ്യോ, ബിക്കോസ് അത് എന്തൊരു ഫ്രജൈൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണെന്നറിയോ. നമ്മള് ഈ കുഞ്ഞിന് നമ്മളോട് സ്നേഹം ഉണ്ടാവോ, കുഞ്ഞിന് ഓക്കെ ആയിരിക്കുമോ, വിൽ വി ബി ഇനഫ് ഫോർ ദ ചൈൽഡ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് ആണ് നമ്മുടെ മനസ്സിൽ. മായയുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ മായ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെയാണ് ജീവിത പങ്കാളിയായിട്ട് തിരഞ്ഞെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്താണ് മായയുടെ അഭിപ്രായത്തിൽ ഒരു ദാമ്പത്യം അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്? ഫണ്ടമെന്റലായിട്ട് റെസ്പെക്റ്റ് ആണ് വേണ്ടത്. ഇതിനകത്ത് ഇനിയിപ്പോൾ ഏതൊരു റിലേഷൻ ആയിക്കോട്ടെ, ഇപ്പം ദാമ്പത്യത്തിൽ നമ്മൾ ഇപ്പം ഇന്നത്തെ കാലത്ത് കഴിഞ്ഞ ഐ തിങ്ക് വൺ ഓഫ് ദ ഇൻ്റർവ്യൂസിൽ നമ്മൾ ചോദിച്ചു, നിങ്ങൾ ഇത്രയും വർഷം കല്യാണം എങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു, ഇന്നിപ്പോൾ ഡിവോഴ്സസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ്, വാട്ട് ഇസ് ദ സീക്രട്ട് ടു യുവർ മാരേജ്? സി ഐ ഫീൽ ഇറ്റ് ഈസ് ലൈക്ക് ദസ്. നമ്മളൊരു റിലേഷൻഷിപ്പിൽ അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അത് മാരേജ് ആയിക്കോട്ടെ, എനിത്തിങ് ഫോർ ദാറ്റ് മാറ്റർ, അത് പേരൻസുമായിട്ട് ആയിക്കോട്ടെ, അതിനെ നേർച്ചർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനകത്ത് ഫണ്ടമെൻ്റലായിട്ട് വരുന്ന ഒന്നാണ് റെസ്പെക്റ്റ്. ഞാനിപ്പം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ യു വിൽ നോട്ട് റെസ്പെക്ട് മീ ഐദർ, അല്ലേ? അതാണ് ബേസ് ലൈൻ. അപ്പം ഇപ്പം ഇതിനകത്ത് ഇപ്പം ഈഗോയോ ഒന്നും അല്ല വേണ്ടത്. ഇപ്പം ചിലപ്പം ചില സന്ദർഭങ്ങളിൽ ഞാൻ ചിലപ്പം ജോണിൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പറയും, നീ ചെയ്യുക. അപ്പോൾ ജോൺ, ഓഹോ ഇവളാരാ എന്നോടിത് പറയാൻ, നീ എന്നെ ഭരിക്കാൻ വരുന്നു? അതല്ലല്ലോ, ഇറ്റ് ഈസ് എ പാർട്ട്ണർഷിപ്പ്, അല്ലേ? അപ്പം ചില സ്ഥലങ്ങളിൽ ജോൺ വിൽ ടേക്ക് അപ്പ് ദ ഇനിഷ്യേറ്റീവ് ആൻഡ് ഡു ഇറ്റ്. ചില സ്ഥലങ്ങളിൽ ഞാൻ ആ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യണം. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ 2 പേരും ഒരു ലൈഫ് ടുഗെദർ ആണ് ലീഡ് ചെയ്യേണ്ടത്. സോ ആ റെസ്പെക്റ്റും ആ നേർച്ചറിങ്ങും എപ്പോഴും ഉണ്ടാവണം. ആൻഡ് ഞാൻ റാൻഡംലി ജോണിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാറുണ്ട്, ആർ യു ഹാപ്പി? ദിസ് ഇസ് സംതിങ് ദറ്റ് മോസ്റ്റ് ഓഫ് ദ കപ്പിൾസ് ഡോണ്ട് ആസ്ക് ഈച്ച് അതർ. ബിക്കോസ് നമ്മൾ വിചാരിക്കാം എന്താണ് ഇവർക്ക് പ്രശ്നം, ഹീസ് ഹാപ്പി. പക്ഷെ ഇറ്റ് മാറ്റേഴ്സ്. കാരണം ചിലപ്പം എസ്പെഷ്യലി ആണുങ്ങൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കുറേ കൂടെ ഉള്ളിലോട്ടാണ് അവർ വലിയുന്നത്. ചില കാര്യങ്ങൾ വരുമ്പോൾ അവരെല്ലാം എക്സ്പ്രസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പെണ്ണുങ്ങൾ പിന്നെയും കുറച്ചും കൂടെ എക്സ്പ്രസ് ചെയ്യും. ഞാനൊക്കെ എസ്പെഷ്യലി എനിക്ക് പറഞ്ഞു തീർത്തില്ലെങ്കിൽ ഞാൻ മറ്റേ രസതന്ത്രത്തിലെ ഇന്നസെന്റിനെ പോലെയാണ്, എവിടെയെങ്കിലും ഒന്ന് തീർത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. സോ ഐ ഫീൽ യു ഹാവ് ടു ആസ്ക് യുവർ പാർട്ട്ണർ, ആർ യു ഹാപ്പി? റാൻഡംലി എന്തെങ്കിലും ഉണ്ടോ ദാറ്റ് ഐ ഷുഡ് നോ ദാറ്റ് ഇസ് ബോദറിങ് യു? ഈ സംഭവങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ബട്ട് ഇറ്റ് ഗോസ് എ ലോങ് വേ ഇൻ കീപ്പിംഗ് യുവർ റിലേഷൻ ഹെൽത്തി. സോ
ഒരുപാട് മാജിക് ഒന്നും ഇല്ല ഇതിനകത്ത്. രണ്ടുപേരെയും ഈക്വൽ ആയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി റെസ്പെക്ട് ചെയ്യുക. എല്ലാ റിലേഷൻഷിപ്പിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നീരസം ഉണ്ടാകും. അത് പറഞ്ഞു തീർക്കുക, കമ്മ്യൂണിക്കേഷൻ, ടു ടോക്ക് ഇറ്റ് ഔട്ട്. ഇതൊക്കെ തന്നെയാണ് ഫണ്ടമെന്റൽ ആയിട്ട് വേണ്ടത്. ഇപ്പോൾ ലവ് മാരേജ് ആയിരുന്നല്ലോ. അതെ. അപ്പോൾ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൻ്റെ നിർവചനങ്ങൾ പല രീതിയിലേക്ക് മാറുന്നുണ്ട്. പുതിയ പുതിയ ടേംസ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, മുമ്പ് കേൾക്കാത്ത പല കാര്യം. ഇപ്പോൾ ലവ് മാരേജ് അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ഏതായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക? രണ്ടിനും അതിൻ്റെതായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ടെന്നേ. ഇപ്പം ലവ് മാരേജ് ആണ് ശരി അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആണ് ശരി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ എൻ്റെ പേരൻസ് അറേഞ്ച് മാരേജ് അല്ലേ, അവർ രണ്ടുപേരും രണ്ട് ധ്രുവത്തിൽ നിന്നും വന്ന മനുഷ്യർ, അവർക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ബട്ട് ദേ ഗോട്ട് മാരീഡ്, they've completed like what 50 years മോളിൽ അവർ ഒരുമിച്ച് ജീവിക്കുന്നു. സോ അതിൻ്റെതായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ട്. ഇതിപ്പോൾ ലവ് മാരേജിന് അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ട്. ഞാനിപ്പം ലവ് മാരേജ് ചെയ്തു എന്നത് വെച്ച് അതാണ് ശരി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എത്രയോ പേര് നാളുകളോളം ലവ് ചെയ്തതിന് ശേഷം, അവർ കോർട്ട്ഷിപ്പ് ചെയ്തതിന് ശേഷം കല്യാണം കഴിച്ച് 1 വർഷം കഴിയുമ്പോൾ ഡിവോഴ്സ് ചെയ്ത കേസസ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയാനൊന്നുമില്ല. ഇറ്റ് ഈസ് അബൌട്ട് ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും ഇറ്റ് ഈസ് അബൌട്ട് ഹൗ മച്ച് യു ആർ ഇൻവെസ്റ്റഡ് ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്, ഹൗ മച്ച് ഓഫ് എ റെസ്പെക്ട് യു ആർ ഗിവിങ് ഈച്ച് അതർ. ആൻഡ് ഒരു റിലേഷൻ, എസ്പെഷ്യലി മാരേജിൽ സ്ത്രീകൾക്ക് വേണ്ടത് അക്കൗണ്ടബിലിറ്റിയാണ്. യു നീഡ് പാർട്ട്ണർ ഹൂ ഇസ് റിലയബിൾ. അതായത് എനിക്ക് രണ്ട് സന്ദർഭങ്ങളിലും, ഇപ്പം പെണ്ണാണേലും ആണാണേലും, ദർ ആർ ഇൻസ്റ്റൻസസ് വെൻ നമുക്ക് ഇമോഷണലി നമ്മൾ ഭയങ്കര ലോ ആയിരിക്കും. ആ സമയത്ത് നമ്മളെ പിടിച്ചു നിർത്താൻ ആണ് നമുക്കൊരു പാർട്ട്ണറിനെ വേണ്ടത്. ആ സമയത്ത് നമ്മളെ എത്രമാത്രം ഇയാൾ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ആണ് ഭയങ്കര തകർന്നിരിക്കുന്ന സമയത്ത് ഈ പെണ്ണ് എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഒരു ദാമ്പത്യത്തിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് കൊടുക്കുന്ന ആസ്പെക്റ്റ്. അപ്പം അതുകൊണ്ട് അത് അറേഞ്ച് മാരേജ് ആണെങ്കിലും ലവ് മാരേജിലാണെങ്കിലും അത് സെയിം ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, എൻ്റെ ചേച്ചി എൽഡർ സിസ്റ്റർ കല്യാണം കഴിച്ച് പോയത് 21ാമത്തെ വയസ്സിൽ. ഷീ ഗോട്ട് മാരിഡ്, ഷീ വെന്റ് ടു ദ US. ഓൾമോസ്റ്റ് 7 വർഷത്തോളം ഉഷേച്ചി നാട്ടിൽ, ഉഷ എന്നാ പേര്, ഉഷേച്ചി നാട്ടിൽ വന്നിട്ടില്ല. ബിക്കോസ് ചേട്ടൻ്റെ വീസയും ചേട്ടൻ ആ സമയത്ത് ഇത് റെസിഡൻസി, ഇത് ഡോക്ടർ ഇതിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, റെസിഡൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. സോ അവരുടെ ഇമാജിൻ ഫോർ 7 years ഷീ ഹാസ് നോട്ട് കം ടു ഇന്ത്യ. നമ്മളെ ആരെയും കണ്ടിട്ടില്ല. മോനുണ്ടായി, മോൻ 5 വയസ്സായപ്പോഴാണ് നമ്മളൊക്കെ കാണുന്നത്. സോ ഷീ ഹെൽഡ് ഓൺ ടു ദാറ്റ്, ഷീ സപ്പോർട്ടഡ് ഹിം. അതാണ് ഇപ്പം ചേച്ചി ഇപ്പം പറഞ്ഞത്, ഇല്ല എനിക്ക് പോകണം, എനിക്കിത് എന്താണിത്, നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഒരു റിഫ്റ്റ് ഉണ്ടായേനെ. ദാറ്റ് ഇസ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. അതിപ്പോൾ ഒരു അറേഞ്ച് മാരേജ് ആണെങ്കിലും ഒരു ലവ് മാരേജിലാണെങ്കിലും സെയിം ആണ്. മറ്റൊരു ഫേസ് ആണ് പ്രവാസം, അല്ലെ? എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു വേറൊരു തരം സെലിബ്രിറ്റി ലൈഫ് ആണെങ്കിൽ പോലും പ്രവാസം തന്നെയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരാണ്. ഈ നാട്ടിൽ ഒരു പക്ഷേ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിച്ച് പോവേണ്ട ആൾക്കാരുമാണ്. എങ്ങനെയാണ് പ്രവാസം എന്നുള്ളൊരു സംഗതി മായയുടെ ജീവിതത്തെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം പ്രവാസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫേസ് എന്ന് ഞാൻ പറയും. കാരണം ഇപ്പം എനിക്കറിയാം, നമ്മൾ വരുന്ന ഒരു ജനറേഷൻ്റെ മുന്നിൽ ഒരുപാട് പേര് ഈ പ്രവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കഷ്ടപ്പാടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ അപ്പൊ എല്ലാവരും കഷ്ടപ്പാട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ പക്ഷേ എനിക്ക് തോന്നുന്നു വി ആർ എ ലിറ്റിൽ മോർ ഫോർച്ചുനേറ്റ് ഒരു ജനറേഷനാണ്. കാരണം നമ്മുടെ പേരൻസ് വഴി വെട്ടിത്തെളിച്ച് നമ്മളൊക്കെ കുറച്ചും കൂടെ ലയബിലിറ്റീസ് ഒക്കെ അവരുടെ തലയിലെടുത്ത് വെച്ച് നമ്മൾ കുറച്ചും കൂടി ഈസിയർ ആയിട്ടാണ് വന്നത്. അപ്പം നമുക്ക് ജോലി കിട്ടിയിട്ട് വേണ്ട നമ്മുടെ പേരൻസിനെ പോറ്റാൻ. അവർക്ക് അങ്ങനെ ആയിരുന്നില്ല. അവരൊന്ന് നല്ല രീതിയിൽ വന്നിട്ട് വേണം അവരുടെ വീട് ഒന്ന് രക്ഷപ്പെടുത്താൻ. അപ്പൊ കുറേ ആൾക്കാർക്ക് അവരുടെ പേരൻസ് കുറെ കുഷൻ ചെയ്ത് ഇപ്പം ഞാനൊന്നും, എനിക്ക് നാട്ടിലോട്ട് ഞാൻ പൈസ അയച്ചു കൊടുത്താലേ എൻ്റെ പേരൻസിന് ജീവിക്കാൻ പറ്റൂ എന്നൊരു അവസ്ഥയിൽ നിന്നല്ല വരുന്നത്. അപ്പൊ അതുകൊണ്ട് സത്യത്തില് എനിക്ക് കിട്ടുന്ന പൈസ എനിക്ക് ആക്ച്വലി കുറച്ചൊന്ന് അടിച്ചു പൊളിക്കാനും എനിക്ക് ട്രാവൽ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അത് അവര് ആ ഹെവി വെയിറ്റ് എടുത്തത് കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. സോ അതുകൊണ്ട് പ്രവാസം ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് ദൈവം സഹായിച്ച് അങ്ങനെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ ലൈഫ് കൊണ്ട് എത്തിച്ചിട്ടില്ല. എന്നാൽ പോലും നമ്മൾ പ്രവാസം കാരണം ജീവിതത്തിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഘട്ടങ്ങളോ
ഒക്കേഷൻസും ഒക്കെ മിസ്സായിട്ടുണ്ടാവും തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പം നാട്ടിലെ കൂടിച്ചേരലുകളാണെങ്കിലും നമ്മുടെ നാട്ടിലെ വീട്ടുകാരുമായിട്ടുള്ള പല ഒക്കേഷൻസിലൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സിറ്റുവേഷൻസ്. ദൈവം സഹായിച്ച് അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. കാരണം നമ്മളുടെയൊക്കെ ഒരു ഫേസ് വന്നപ്പോഴത്തേക്കും ഒന്നെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ്സ് ഒക്കെ ഒരുപാട് കൂടി ഈ ഒരു സമയത്ത്. അപ്പൊ വീക്കെൻഡ് തോറും പോകുന്ന ആൾക്കാർ, ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ മിഥുനൊക്കെ അറിയാമല്ലോ, അവൻ ഇവിടെ ഉള്ള അവസ്ഥ എപ്പോഴാണ്, നാട്ടിലെപ്പോഴാണ്, ഖത്തറിലെപ്പോഴാണെന്നൊന്നും അറിയത്തില്ല. സോ അങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഈറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ കുറച്ചും കൂടെ നമുക്ക് ഫേവറബിൾ ആണ്. ബട്ട് വേണമെങ്കിൽ ഒരു 3.5 മണിക്കൂർ പെട്ടെന്ന് ഇപ്പൊ എനിക്കൊന്ന് ഫ്ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു ഫ്ലൈറ്റ് എനിക്ക് പോയി വരാൻ പറ്റും. ഈ വീക്കെൻഡ് വേണമെങ്കിൽ എനിക്കൊന്ന് പോയി വരാൻ പറ്റും. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അതിന് ഓഫ് കോഴ്സ് ഫൈനാൻസും ഹെൽപ്പ് ചെയ്യണം, മനസ്സിലായോ? അപ്പൊ അതിനുള്ളൊരു കുഷൻ ചെയ്യാനായിട്ടുള്ളൊരു ഫൈനാൻസ് നമുക്കുണ്ട്. ബിക്കോസ് നമുക്ക് വലിയ ഹ്യൂജ് ലയബിലിറ്റീസ് അപ്പുറത്ത് കിടക്കുന്നില്ല. അപ്പൊ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രവാസം എനിക്ക് വളരെ നല്ല ഒരു ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് ഇവിടെ എനിക്ക് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ RJ മായ ആയില്ലായിരുന്നെങ്കിൽ വേറെ മായ എന്താകുമായിരുന്നു? I would have become a psychologist for sure. ഞാൻ എന്തായാലും മിക്കവാറും ഞാനൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ബിക്കോസ് അതിനു വേണ്ടിയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്, അതിനു വേണ്ടിയാണ് എയിം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ സൈക്കോളജി ഞാൻ പെർസ്യൂ ചെയ്തേനെ. ഇപ്പൊ നമുക്ക് ടൈം ട്രാവൽ നടത്തിയിട്ടേ ഒരു പുറകിലേക്ക് പോയിട്ട് എൻ്റെ ലൈഫിൽ ഇന്നൊരു സാധനം മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒന്നും കൂടെ ഒന്ന് റിഫൈൻ ചെയ്ത് തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്ന കാര്യം എന്തായിരിക്കും? ആക്ച്വലി എനിക്ക് അതങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്, വെരി ഹാപ്പി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ നോക്കുമ്പോ ഉണ്ടല്ലോ നമ്മള്, അതായത് ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു ഞാനൊരു 2004 വന്ന് 2008 എൻ്റെ ലൈഫിലെ ഒരു വലിയൊരു അച്ഛൻ പറഞ്ഞു, എടി നീ കിട്ടുന്ന പൈസയൊക്കെ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് ഒരു അച്ഛൻ പറഞ്ഞിട്ട് ഒരു സ്ഥലമൊക്കെ എടുത്തു. എനിക്ക് സ്ഥലം അറിയത്ത് പോലും ഇല്ല. എൻ്റെ അച്ഛൻ ചെന്ന് വാങ്ങിച്ചു, എന്തോ പൈസ അയച്ചു കൊടുത്തു. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ അന്ന് കുറച്ചൊന്ന് പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, ഒന്ന് ടൈറ്റായി. പക്ഷെ ഞാൻ തിങ്കിങ് ഇറ്റ്സ് ഓക്കെ, നെക്സ്റ്റ് ഇയർ നമുക്ക് എന്തെങ്കിലുമൊക്കെ മറ്റേ ബോണസ് വരുമല്ലോ, ഹൈക്ക് വരുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ചെയ്തൊരു പരിപാടിയാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് റിസഷൻ സംഭവിച്ചത്. ഞാനൊരു 3 വർഷത്തേക്ക് ലോക്കായിപ്പോയി. എൻ്റെ ജീവിതത്തെ അന്നുണ്ടല്ലോ ഞാൻ അച്ഛൻ കാരണമാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എനിക്ക് പൈസ വേണം, എൻ്റെ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അത് അപ്പോൾ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ലെസൺ വാസ്, നമ്മളൊരു പ്രോബ്ലത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ പ്രോബ്ലം മാത്രമേ കാണുന്നുള്ളൂ. ഈ പ്രോബ്ലം കൊണ്ടുവന്ന ആൾക്കാരെയും ഒക്കെ നമ്മൾ ആ സമയത്ത് പഴി പറയും. പക്ഷേ ദർ ഇസ് സംതിങ് ദാറ്റ് ഈച്ച് ഓഫ് യുവർ പ്രോബ്ലംസ് ആൻഡ് ചാലഞ്ചസ് ഇസ് ടീച്ചിങ് യു. മനസ്സിലായി? ഇന്ന് എനിക്കത് പറയാം, കാരണം ഞാൻ അത് തരണം ചെയ്ത് ഇവിടം വരെ എത്തി. മനസ്സിലായി? അന്ന് എനിക്ക് ഈ വിസ്ഡം ഇല്ല. അതുകൊണ്ട് ഇനി ഐ ഡോണ്ട് വോണ്ട് ടു ചേഞ്ച് എനിത്തിങ് അബൌട്ട് മൈ ലൈഫ്. എൻ്റെ ചാലഞ്ചസും എൻ്റെ നല്ല കാര്യങ്ങളും എല്ലാം എനിക്ക് ഒരു ട്രഷർ ഓഫ് നോളജും വിസ്ഡവും തന്നിട്ടുണ്ട്. ആ വിസ്ഡത്തിലാണ് ഞാൻ ഇപ്പം ഇരിക്കുന്നത്. സോ അതുകൊണ്ട് ഇന്നത്തെ ഞാൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇതെല്ലാം ഉണ്ടാകണമായിരുന്നു. ഇഫ് എനിത്തിങ് ചേഞ്ചസ് then this is not the മായ you will find. ഈ മായ ആയിരിക്കില്ല അവിടെ ഇരിക്കുക. അതെ. ഇപ്പൊ ജോൺ ഇപ്പോൾ ഒരു RJ മാത്രമല്ല, സിനിമ സംവിധായകൻ കൂടിയാണ്. എനിക്ക് തോന്നുന്നു മായ തന്നെയായിരുന്നു ഫസ്റ്റ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഒരു ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു പക്ഷേ വേറെ തന്നെ ഒരു ലോകമാണ്. അതെ, കമ്പാരിറ്റീവ്ലി എന്തൊക്കെ പറഞ്ഞാലും കുറേ മീഡിയ തന്നെ ആണെങ്കിൽ പോലും അതൊരു വേറെ തന്നെ ഒരു ലോകമാണ്. അതിലേക്ക് പാർട്ട്ണർ പോവുകയാണ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്ത് പോവുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു കരിയറും വലിയൊരു പൊസിഷനിൽ നിന്ന് ഒരു പക്ഷെ ചിലപ്പോൾ ഔട്ടായേക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു പക്ഷേ ഡിസ്കഷൻസ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവും. എന്തായിരുന്നു ആദ്യം ഇങ്ങനെ ഒരു സംഗതി പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു? അന്ന് നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ARN നമുക്ക് ഒരു അന്ന് ജോണിന് എനിക്ക് തോന്നുന്നു 28-30 ഡേയ്സിലാണ് ഏഞ്ചൽസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഹി വാണ്ടഡ് ലൈക്ക് അബൌട്ട് ഒരു 2.5 months വേണമായിരുന്നു. അന്ന് നമുക്ക് ആ ലീവ് തന്നു.
because they saw it as a greater thing, because the talent is growing അല്ലേ. When the talent grows, സ്വാഭാവികമായിട്ടും where is this person from, oh he's from Hit FM അല്ലെങ്കിൽ he's from ARN എന്ന് പറയുമ്പോൾ the brand is also growing. അതായിരുന്നു നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. സോ അന്ന് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ARN ഒരുപാട് സപ്പോർട്ട് ചെയ്തു. They said okay, let him go, അവന് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ എന്നുള്ളതായിരുന്നു. അന്നപ്പം ഈ ജോലി പോകുമോ എന്നുള്ളൊരു ടെൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഞാൻ അന്ന് ജോണിൻ്റെ ഈ ഒരു വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരാനുള്ള റീസൺ ഇസ് ബിക്കോസ് ഇറ്റ് വാസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു എ ഡ്രീം. ഒരാൾ നമ്മുടെ പാർട്ട്ണറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യാനാണ്. സോ ജോണിൻ്റെ ഒരു ഭയങ്കര ബേണിംഗ് ഡിസയർ ആയിരുന്നു ഒരു സിനിമ ചെയ്യണം എന്നുള്ളത്. അതിനു വേണ്ടി ഹി വാസ് വർക്കിംഗ് വെരി ഹാർഡ്. അതിന് 2014 നമ്മൾ ഈ ഏഞ്ചൽസ് ചെയ്യുന്നത്. പക്ഷെ 2010 തൊട്ട് തന്നെ ജോൺ അതിൻ്റെ ഒരു ബേസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 2-3 ഷോർട്ട് ഫിലിംസ് ചെയ്തു. അത് കഴിഞ്ഞ് ജോൺ ആദ്യം വിചാരിച്ചു ആരെങ്കിലും അസിസ്റ്റ് ചെയ്യാം എന്നുള്ളത്. ദെൻ ഹി സെഡ് വൈ ഷുഡ് ഐ അസിസ്റ്റ്, എനിക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഐ തിങ്ക് ഐ ക്യാൻ ഡു ഇറ്റ്. അങ്ങനെ ദെൻ ഹി സ്റ്റാർട്ടഡ് ഹണ്ടിങ് ഫോർ എ പ്രൊഡ്യൂസർ. സോ കോൺസ്റ്റന്റ്ലി ഇങ്ങനെ മീറ്റിംഗ്സും ഒക്കെ ചെയ്യുമായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 3-4 ഇയേഴ്സിന്റെ ബാക്ക് വർക്ക് ഉണ്ട് അതിന്. 2014 നമ്മൾ ആ ഒരു സിനിമ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഐ വാസ് ഇൻവെസ്റ്റിംഗ് ഇൻ ടു എ ഡ്രീം. സോ അതുകൊണ്ട് തന്നെ ആ പൈസ ഇനിയിപ്പോൾ നമ്മളുടെ അടുത്ത് പറഞ്ഞത് 4 പ്രൊഡ്യൂസേഴ്സ് നമ്മളുണ്ടായിരുന്നു. അത് ഒരാൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് സിനിമ എന്ന് പറയുന്നത് 100% ലോസ് വരാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ്, അത് നിങ്ങൾ മനസ്സിൽ കാണണം. നിങ്ങളതുകൊണ്ട് ഇതിനകത്ത് പൈസ ഇടുമ്പോൾ ഈ പൈസ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചത് ഐ എം റെഡി ടു ടേക്ക് ദറ്റ് റിസ്ക്, ബിക്കോസ് ആ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു യുവർ ഡ്രീം. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ അൾട്ടിമേറ്റ്ലി ഒരു സിനിമ നമ്മുടെ പ്രൊഫൈലിലേക്ക് കയറുവാണ്, അതിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. സോ ആ സമയത്ത് ജോലിയുടെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല, ബിക്കോസ് കംപ്ലീറ്റ് സപ്പോർട്ട് ARNൽ നിന്നുണ്ടായിരുന്നു. ആൻഡ് ഐ വാണ്ടഡ് ഹിം ടു ഡു ഇറ്റ്. കാരണം എനിക്കറിയാം ജോണിന് മനസ്സിൽ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിൽ ഹീൽ നോട്ട് ബി ഹാപ്പി. ആൻഡ് നമ്മൾ ഒരാളുടെ കൂടെ നമ്മൾ ലൈഫ് സ്പെൻഡ് ചെയ്യുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇഫ് ഐ എം നോട്ട് ഹാപ്പി ഐ കനോട്ട് മേക്ക് യു ഹാപ്പി. മനസ്സിലായി? അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാർട്ട്ണർ ഹാപ്പി അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ തലകുത്തി മറിഞ്ഞാലും ഹീ വിൽ നോട്ട് ബി ഹാപ്പി, ബിക്കോസ് ആ മനസ്സിൽ എവിടെയോ എന്തോ കിടപ്പുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും പാത്തും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളത് ചെയ്തു കൊടുക്കണം. ഇപ്പോൾ പേരൻസ് എങ്ങനെയാണ്, കുട്ടികൾ പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ. അവർ ആ പാത്ത് സ്പ്രെഡ് ചെയ്യട്ടെ, ലെറ്റ് ദം ഡു ഇറ്റ്. പിന്നെ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ നമുക്കത് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചെയ്തില്ലെങ്കിൽ എന്നും നമ്മൾ ഡൗട്ട്ഫുൾ ആയിട്ട് തന്നെ ഇരിക്കും. ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നോ, ഓക്കെ എനിക്കപ്പോൾ ഇത് ചെയ്യാൻ പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു റിയലൈസേഷൻ കിട്ടും. സോ അതുകൊണ്ട് ഞാനതുകൊണ്ട് ജോണിനോട് ഞാൻ ഫുൾ സപ്പോർട്ട് ഞാൻ പറഞ്ഞു യു ഡു ഇറ്റ്, യു ഗോ അഹെഡ് ആൻഡ് ഡു ഇറ്റ്, ഐ വാണ്ട് യു ടു ഡു ഇറ്റ്. സോ ഈ ഫസ്റ്റ് സിനിമ പറയുമ്പോൾ തന്നെ അതിൽ ലീഡ് ക്യാരക്ടർ ആയിട്ടുള്ളത് ഇന്ദ്രജിത്താണ്. ഇന്ദ്രജിത്ത് എന്ന് പറയുമ്പോൾ പുറമേ ഉള്ള ആളല്ല, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉള്ള ആളാണ്. ഈ ആ ഒരു ലൊക്കേഷനും അത് ആ ലൊക്കേഷനിൽ പോകാറുണ്ടായിരുന്നു. അതെ ഞാൻ കുറവായിരുന്നു. ഞാനൊരു 2-3 പ്രാവശ്യമേ ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ബിക്കോസ് ഞാനും ഇല്ല ജോണും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇന്ദ്രനും ജോണും ആ സമയത്ത് തന്നെ ഭയങ്കര കൂട്ടായിരുന്നു. ഇൻഫാക്ട് നമ്മളുടെ ഫാമിലിയൊക്കെ അറിയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇന്ദ്രനാണ് അറിഞ്ഞിരുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. ഇന്ദ്രനും പൂർണിമയും കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ അവരുടെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നത്. സോ എൻ്റെ ലൈഫിലും അങ്ങനെ തന്നെയായിരുന്നു. വെൻ ബിഫോർ മൈ പേരൻസ് ഓർ ബിഫോർ മൈ ഫാമിലി ന്യൂ ഹിം, ഇന്ദ്രൻ അറിയാമായിരുന്നു, ജീനെ അറിയാമായിരുന്നു, ജീനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ദ്രനും പൂർണിമ ഇവിടെ വന്നപ്പോൾ ജീനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഇവർ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പം ജോൺ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ ഏഞ്ചൽസിൻ്റെ കഥ ഇങ്ങനെ ഇന്ദ്രനുമായിട്ട് ഷെയർ ചെയ്ത് പറഞ്ഞു, ആളിയാ ഞാൻ ചെയ്യാം, എനിക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെയാണ് ഇന്ദ്രനെ പിന്നെ ഇതിനകത്തോട്ട് റോപ്പിൻ ചെയ്ത്. ഈ ഇന്ദ്രജിത്താവട്ടെ പൃഥ്വിരാജ് ആവട്ടെ ഇന്ന് മലയാളം അല്ലെങ്കിൽ ഇന്ത്യ തന്നെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളാണ്. പക്ഷെ നിങ്ങൾ ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ ഇതിൽ ഇവർ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ തോട്ട് സ്വാഭാവികമായിട്ട് സുകുമാരൻ്റെ മക്കളാണെന്നുള്ളത് സിനിമയിലേക്ക് എത്തിപ്പെട്ടേക്കാം, ചിലർ വഴി മാറിപ്പോയേക്കാം. പക്ഷെ അങ്ങനെ തന്നെ ആയിരുന്നു ഇവർ രണ്ടുപേരും അങ്ങനെ തന്നെയായിരുന്നു.
അങ്ങനെ തന്നെയായിരുന്നു. രാജു എനിക്ക് തോന്നുന്നു, ഞാൻ വിചാരിച്ചു കുറെ കൂടെയൊക്കെ ചിലപ്പം അക്കാഡമിക്കലി ക്രിയേറ്റീവ് സൈഡ് ഉണ്ടായിരിക്കും എന്ന് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറെ കൂടെ അക്കാഡമിക്കലി ചിലപ്പോൾ പോയേക്കാം, ചിലപ്പോൾ ഒരു ലോയർ ആ ഒരു സംഭവം ചിലപ്പോൾ, ബിക്കോസ് രാജു വൊറേഷ്യസ് ആയിട്ട് വായിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാജുവിന് അങ്ങനത്തെ നോളജും ഉണ്ട്, ഇൻട്രസ്റ്റും ഉള്ള ഒരാളുമാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ രാജു അങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിച്ചു. ഇന്ദ്രൻ ഫോർ ഷുവർ എനിക്കറിയായിരുന്നു സിനിമയിലേക്ക് കയറത്തുള്ളൂ. കാരണം ഇന്ദ്രന്റെ മനസ്സിൽ മുഴുവൻ ഷാറുഖ് ഖാനും കുമാർ സാനും ആയിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. ഇന്ദ്രൻ വാസ് ദിസ്, എന്താ പറയാ, ഒരു ബട്ടർഫ്ലൈ പോലെയായിരുന്നു കൊച്ചിലെ തൊട്ട് തന്നെ. ഇന്ദ്രൻ വന്നിട്ട് മറ്റേ ഷാറുഖ് ഖാൻ തുജേ ദേഖാ തോയ് പാടുന്നു, മറ്റേ കാലി കാലി ആങ്കേ പാടുന്നു, ഒന്നും പറയണ്ട. അപ്പൊ അതുകൊണ്ട് ഐ വാസ് വെരി ഷുവർ ഇന്ദ്രന് അഭിനയിക്കണം എന്ന് വളരെ ചെറിയ പ്രായത്തിലേ ഉണ്ടായിരുന്നു കാര്യം. അപ്പം ഇന്ദ്രൻ അതാണ് ഇന്ദ്രന്റെ ഫീൽഡ്, അതാണ് ഇന്ദ്രൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഇന്ദ്രൻ ഇസ് എ ഫാന്റാസ്റ്റിക് ആർട്ടിസ്റ്റ് ഓൾസോ. ആൻഡ് പക്ഷെ രാജു കുറച്ചും കൂടെ ക്വയറ്റർ ആണ്, കുറച്ചും കൂടെ ഒന്ന് റിസർവ്ഡ് ആണ്. സോ അതാണ് ഇപ്പൊ കാണുന്നതും. രാജു കുറച്ചും കൂടെ നോക്കുവാണെങ്കിൽ ദ ടെക്നിക്കൽ സൈഡ് ഓഫ് മൂവി മേക്കിംഗിലേക്ക് ഒക്കെ രാജു സ്പ്രെഡ് ചെയ്തു. ബിക്കോസ് രാജുവിന്റെ ഫോർട്ടേ അതാണ്. ശരിക്കും പറഞ്ഞാൽ രാജു ഒരു ആർട്ടിസ്റ്റായിട്ട് മാത്രം നിൽക്കുന്ന ഒരാളല്ല. ഇന്ദ്രൻ ഓൺ ദി അതർ ഹാൻഡ് ഇസ് പക്ക ഒരു ആർട്ടിസ്റ്റ് ആണ്, മനസ്സുകൊണ്ടും കലാകാരനാണ് ഇന്ദ്രൻ. രാജു കുറച്ചും കൂടെ ടെക്നിക്കൽ സൈഡിനകത്തുള്ളൊരു വിഷനും ഒക്കെ ഉള്ള ഒരാളാണ്. ഹി ഹാസ് എ ബിസിനസ് മൈൻഡ് ആസ് വെൽ. രാജുവിന് എങ്ങനെ ഒരു സിനിമയെ വലുതാക്കാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. സോ രണ്ടുപേരുടെയും എനിക്ക് തോന്നുന്നു പ്രോബബ്ലി ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുഞ്ഞമ്മ അങ്ങനെയാണ്, മല്ലിക വളരെ എക്സെപ്ഷണലി ഗുഡ് അറ്റ് മാർക്കറ്റിംഗ് ആണ്. കുഞ്ഞമ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് എനിക്ക് എപ്പോഴും അതിശയമുള്ളൊരു ആളാണ്. കാരണം ഒരു ഹൗസ് വൈഫായിട്ട് ഇരുന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു എസ്കലേഷൻ ഈസ് അമേസിങ്. ഞാൻ എന്നും പറയും, കുഞ്ഞമ്മയ്ക്ക് കുറെ കൂടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് മിക്കവാറും ഏതെങ്കിലും ഒരു മന്ത്രി പൊസിഷനിൽ ഇരിക്കേണ്ട ഒരാളാണ് കുഞ്ഞമ്മ. അപ്പൊ ഇതില് ഇപ്പോ ഈ ഒരു ടഫ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ആക്ടർ ആരാണ്? ഇന്ദ്രജിത്താണോ പൃഥ്വിരാജാണോ? ഇന്ദ്രനാണെന്ന് ഞാൻ പറയും. ഇന്ദ്രൻ, ഞാനതാ പറയാം, ഇന്ദ്രൻ ഒരു നല്ല ആർട്ടിസ്റ്റാണ്, വളരെ നല്ല ആർട്ടിസ്റ്റാണ് ഇന്ദ്രന്. ബിക്കോസ് എനിക്കിപ്പം ഇന്ദ്രൻ്റെ ആ വട്ട് ജയന്റെ ക്യാരക്ടർ ചെറിയ ഐ മൂവ്മെന്റ്സ് വരെയും ഭയങ്കര പെർഫെക്ഷൻ ആണ് ഇന്ദ്രൻ. ആൻഡ് അതുപോലെ എനിക്ക് ഇന്ദ്രൻ അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത ഒരു മൂവിയാണ് ഒരുവൻ എന്ന് പറയുന്ന മൂവിയിൽ ഇന്ദ്രൻ ഈ മറ്റേ ഒരു വില്ലൻ ടച്ച് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇറ്റ് ഈസ് ബ്രില്യൻ്റ്ലി ഡൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ ഏഞ്ചൽസിലും ഏഞ്ചൽസിന്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സ്റ്റുഡിയോ സെറ്റപ്പ് ആണ്. അപ്പൊ വളരെ ക്ലോസ് റേഞ്ചിലാണ് ഇതുപോലെ ഇങ്ങനെ ഒരു ക്യാമറ ഇങ്ങനെ വെച്ചിരിക്കാൻ. ഫുൾ ടൈം ഇറ്റ്സ് ദിസ് സ്പേസ്, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ അതിൽ വരെയും ഇന്ദ്രനും നമ്മുടെ ജോയേട്ടനുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ, ഇന്ദ്രനും ആശാ ശരത്തുമായിട്ടുള്ള കോൺവെർസേഷനിലൊക്കെ ഇന്ദ്രന്റെ ചെറിയ ഹാൻഡ് മൂവ്മെന്റ്സ്, കണ്ണിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണ്. അതൊരു നല്ല ആർട്ടിസ്റ്റിന് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, ആർക്കും പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല. So I think Indran is a very good artist. ഓക്കെ, ഇനി മറ്റൊരു ഫേസിലേക്ക് മാറുകയാണ്. ഇപ്പം എങ്ങനെയുണ്ട് നേത്ര വന്നതിന് ശേഷമുള്ള ജീവിതം? അയ്യോ, ആ 2 വയസ്സായ സാധനം ഉണ്ടല്ലോ, ഇത്തിരിയേ ഉള്ളൂ, പക്ഷേ ഒന്നും പറയണ്ട, ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആണ് വീട്ടില്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണ്, ഇറ്റ് ഇസ് അമേസിങ്. ഒരു 2 വയസ്സായ ഒരു കുഞ്ഞിന്റെ ക്യൂരിയോസിറ്റിയും ആ കുഞ്ഞ് ആ ഒരു ലോകത്തിനെ വീക്ഷിക്കുന്നതും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകമാണ്. എന്തൊക്കെയാ ഇവിടെ കാണിക്കുന്നത്, ദ വേ ദെയർ ബ്രെയിൻ വർക്ക്സ്, ദ ക്യൂരിയോസിറ്റി ഇൻ വിച്ച് ഷീ അപ്രോച്ചസ് ആൻഡ് പെർസീവ്സ് തിങ്സ്, അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഞാനും ജോണും എപ്പോഴും ചിരിയാണ്. ഈ സാധനം ഇത്രയേ ഉള്ളൂ, പക്ഷേ എന്റർടൈൻമെന്റ് ഭയങ്കരമാണ് കേട്ടോ. നിങ്ങൾ മാത്രമുള്ളായിരുന്ന ഒരു ലൈഫിലേക്ക് ഒരാൾ കൂടി വരികയാണല്ലോ. അപ്പൊ അത് നിങ്ങൾ പിന്നെ ആലോചിച്ചിട്ടാണല്ലോ, ഇപ്പൊ പിന്നെ വെറുതെ ഇരിക്കുമ്പോ ആലോചിക്കലുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് അത് ഉൾക്കൊള്ളുന്നത്? എപ്പോഴും ഉണ്ടല്ലോ, ഇവള് ഈ രാത്രിയിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാനും ജോണും അവളെ നോക്കിക്കൊണ്ടിരുന്നത്, എടാ ഒരു കുഞ്ഞുണ്ടടാ ഇപ്പോ, ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ യെസ്, അതൊരു ഭയങ്കര മാജിക്കലാണ്. ആൻഡ് ഈ ഒരു ഫേസ് ഐ എം സോ ഗ്ലാഡ് അത് നമ്മളൊരു കോൺഷ്യസ് ഡിസിഷൻ എടുത്ത് ഈ ഒരു ഫേസിലേക്ക് എത്തി എന്നുള്ളത്. ബിക്കോസ് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് they decide to go childless. They don't want children. And I respect that. അതൊന്നും ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഫേസ് ആണ്. യുനോ, എ ചൈൽഡ്
ബ്രിങ്സ് ഔട്ട് എ ഡിഫറെൻറ്റ് ഇമോഷൻ ഓൾ ടുഗെദർ. എനിക്കത് എങ്ങനെയത് വേർഡ്സിൽ പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു കുഞ്ഞിൻ്റെ ക്യൂരിയോസിറ്റിയും ആ കുഞ്ഞിൻ്റെ ഇവള് രാത്രി കിടക്കുമ്പോൾ ഞാൻ ഇവളെ കൊണ്ട് കിടത്തി കഴിയുമ്പോൾ കുളിപ്പിച്ച് കൊണ്ട് കിടത്തി കഴിയുമ്പോൾ ഇവളുടെ ബേബി ടോക്ക് ഉണ്ട്. ഇപ്പോൾ ഭയങ്കര സംസാരം, എന്തൊക്കെയോ ഇരുന്ന് സംസാരിക്കും. അപ്പോൾ അവള് തുടങ്ങുന്നത് അമ്മ എന്ന് പറഞ്ഞിട്ടാ, അമ്മ എന്ന് പറഞ്ഞ് ഈ ഒരു ടോണുണ്ട്. എന്തിന്റെ കുഞ്ഞ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൾ എന്തൊക്കെയോ പറയും. പക്ഷെ ദോസ് ആർ മൊമെന്റ്സ് വിച്ച് ആർ സോ എന്താ പറയുക, നമ്മുടെ മനസ്സിങ്ങനെ മെൽറ്റ് ചെയ്യും. അത് അനുഭവിച്ചാലേ അറിയുള്ളൂ. സോ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫേസ്. ചില സമയത്ത് ഓഫ് കോഴ്സ് നമുക്ക് ദേഷ്യം വരും, കാരണം കുരുത്തക്കേട് കാണിക്കുമ്പോൾ നമുക്ക് 2 അടി കൊടുക്കാൻ തോന്നും. പക്ഷെ അതർവൈസ് ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ഭയങ്കര രസം. പക്ഷേ ഈ ഒരു പാരന്റ്ഹുഡിലേക്ക് എത്തിയ ഒരു ജേർണി എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ഞാൻ മായയുടെ ആ വീഡിയോ ഞാൻ ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ജേർണി സംസാരിക്കുന്നതിനടുത്തൊക്കെ പല സ്ഥലത്തും മായ വല്ലാണ്ട് എന്താ പറയുക ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഈ ഒരു തീരുമാനം ഒരു മൊമെന്റിൽ ഉണ്ടാവുന്നതാണോ അതോ അങ്ങനെ തന്നെ ആകാൻ തീരുമാനിച്ചോ? ഐ തിങ്ക് എന്താ പറയുക, ഞാൻ എനിക്കൊന്നും ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ മനസ്സിൽ എവിടേക്കോ ഉണ്ടായിരുന്നു, എനിക്ക് എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത്. സ്വന്തം കുഞ്ഞുണ്ടെങ്കിലും അങ്ങനെ ചെയ്യണം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സി, നോട്ട് എവ്രിബഡി ഈസ് റിസെപ്റ്റീവ് ടു ഇറ്റ്. ഒരു കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ഇത് എൻ്റെ മാത്രം ഒരു കുഞ്ഞല്ലല്ലോ, ഇത് നമ്മുടെ ഫാമിലി, നമ്മുടെ ഹോൾ കുടുംബത്തിലേക്കാണ് വരുന്നത്. എൻ്റെ ഫാമിലിയിൽ ഒരാൾ ആ കുഞ്ഞിനോട് മുഖം മാറി സംസാരിച്ചാൽ എനിക്ക് സഹിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഐ വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് എവ്രിബഡി ഈസ് ഇൻ ലൈൻ. മനസ്സിലായി, എൻ്റെ ഒരു തോട്ട് പ്രോസസ്സുമായിട്ട് ഇൻ ലൈൻ ആയിരിക്കണം എന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഒരു റാൻഡംലി ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, ഐ തിങ്ക് ഇറ്റ് വാസ് 2019 ഈ ഒരു കോൺവെർസേഷൻ വരുന്നത്. അപ്പം എൻ്റെ ഷോയിൽ ഒരു ആയുർവേദ ഗൈനക്കോളജി ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്, ആയുർവേദത്തിൽ ആയുർവേദമല്ല, ഹോമിയോയിലുള്ള ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് എൻ്റെ ഷോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹോമിയോയിലും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു. വി വർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, മായ്ക്ക് കുഞ്ഞുങ്ങളില്ല? ഞാൻ പറഞ്ഞു ഇല്ല, നമ്മൾ ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോകുന്നു, നമ്മൾ പ്രശ്നമില്ല. അതെ, ഒരു പ്രശ്നമില്ല, നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഇറ്റ് വാസ് ഓണസ്റ്റ്ലി നമ്മൾ ഒരിക്കലും അങ്ങനെ ഡെസ്പെറേറ്റ് ആയിട്ടല്ല ഈ ഒരു ഫേസിലേക്ക് എത്തിയത്. വി വർ വെരി ഹാപ്പി. എ ലോട്ട് ഓഫ് പീപ്പിൾ, അതാ ഞാൻ ആ വീഡിയോയിലും പറഞ്ഞത്, ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഓ നിങ്ങൾ incomplete ആയിരുന്നു, now you are complete. We have never felt we are incomplete. We were always complete. We were happy in our lives. അങ്ങനെ ഒരു എന്താ കുഞ്ഞില്ല എന്നുള്ളത്, അതാണ് നമ്മൾ ആ ഫേസ് ആകുമ്പോഴേ നമുക്ക് അറിയുള്ളൂ കുഞ്ഞില്ലാത്തതിന്റെ ഒരു വാട്ട് യു ആർ മിസ്സിംഗ് ഔട്ട് എന്നുള്ളത്. സോ നമുക്ക് ആ പ്രശ്നം പക്ഷെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ മാത്രമല്ലല്ലോ, നമ്മൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ലൈഫിൽ കാണുമ്പോൾ നമുക്കിത് ഒരു മിസ്സിംഗ് ഫീൽ ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും നമുക്കങ്ങനെ ഉണ്ടായിരുന്നില്ല. മേ ബി ബിക്കോസ് നമ്മൾ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ ജോലി സംബന്ധിച്ച് ജോലി വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ജോലിയാണ്, വളരെ ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നു, നമുക്ക് വി വർ വെരി ഹാപ്പി ആയത്. ബാക്കിയുള്ളവര് പലപ്പോഴും അയ്യോ കുഞ്ഞുണ്ട് ഇന്ന് വരാൻ പറ്റത്തില്ല അത് പറയുമ്പോഴത്തേക്കോ നമുക്ക് ആ പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ്. അതെ, ആ മൂടായിരുന്നു. നമുക്ക് ഇപ്പൊ ട്രാവൽ ചെയ്യണം, ഇപ്പൊ ട്രാവൽ ചെയ്യാം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. സോ വി വർ ഹാപ്പി. ഒരു പോയിന്റില് അന്ന് ഇതേപോലെ തന്നെ ഈ ചോദ്യം വന്നു. അതെ, അപ്പം ഞാൻ പറഞ്ഞേടാ മേ ബി അപ്പൊ അതാണ് ആ സമയം കൊണ്ട് നമ്മൾ ഏകദേശം ഇപ്പൊ നാട്ടിലൊരു വീട് വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ചെയ്തു. ജോൺ 2 സിനിമ ചെയ്തു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി മേ ബി വി ഷുഡ് ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഇറ്റ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ജേർണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അപ്പോഴും ഒരു ദിവസം ഞാനിങ്ങനെ ജോണിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എടാ ഒരു കുഞ്ഞിനെ എടുത്താലോ? ഞാൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ചോദിച്ചു, ഓഫ് കോഴ്സ് ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഞാനത് പ്രതീക്ഷിച്ചില്ല സത്യം പറയാം. ഞാൻ വെച്ചു അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്കഷൻ ഉണ്ടാവും. ദെർ വാസ് നോ ഡിസ്കഷൻ. ഇങ്ങനെയാ ജോൺ യെസ് പറഞ്ഞത്. ദെൻ ദെർ വാസ് നോ സെക്കൻഡ് തോട്ട്സ് ടു ഇറ്റ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഇതിനകത്ത് ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഇത് എങ്ങനെയാ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഒന്നും അറിയില്ല, ഒരു ഐഡിയ ഇല്ല.
അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചത് ഫസ്ലുവിൻ്റെ അടുത്തായിരുന്നു. അങ്ങനെ ഫസ്ലു ആണ് എനിക്ക് ഫസ്റ്റ് ഡീറ്റെയിൽസ്, ഒരു ഓമന മാഡത്തിൻ്റെ ഒരു ഡീറ്റെയിൽ തരുന്നത്. അവരെ നമ്മൾ സംസാരിച്ചു, ചെന്ന് കണ്ടു. അപ്പോഴത്തേക്കും 2020 ആ കോവിഡ് ടൈം ആയി. അപ്പം നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഷീ സെഡ് ഇതാണ്, നിങ്ങൾ ഒരു ഹോം സ്റ്റഡി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ഡോക്യുമെന്റേഷൻ്റെ കാര്യം പറഞ്ഞു. അതൊക്കെ നമ്മളങ്ങ് ചെയ്തു. ആൻഡ് ദെൻ ഷീ സെഡ് 4 ഇയേഴ്സിന്റെ ഒരു വെയിറ്റ് ഉണ്ടാവും മായ, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കരുത് നിങ്ങൾ അത് നോർമൽ 4 വർഷം ഒരു നോർമൽ സിനാരിയോ. ഐ വാസ് സർപ്രൈസ്ഡ്, സത്യം പറഞ്ഞ 4 വർഷമൊന്നും ഞാൻ വിചാരിച്ചു. അവർ പറഞ്ഞു എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കരുത്, നമുക്കൊന്നും പറയാനില്ല നിങ്ങളുടെ അടുത്ത്. ഞാൻ യെസ് മാഡം, ഐ ടോട്ടലി റെസ്പെക്ട്, ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തത്തില്ല. ഞാൻ 4 വർഷവും ഞാൻ വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് 2024 നമുക്ക് പിന്നെ കോവിഡ് ഒക്കെ വന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ അതൊക്കെ ഓരോന്നിങ്ങനെ നടക്കുന്നുണ്ട്. സോ 2024 ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ്? കുട്ടിയെ നമ്മൾ സെലക്ട് ചെയ്യാന്നുണ്ട് സാധനം? there is no selection. It is like this. ഈ കാരയുടെ പോർട്ടലിൽ പേരൻസിന്റെ ആപ്ലിക്കേഷൻ പോകുന്നു. സോ യു ബിക്കം എ നമ്പർ. നമ്മളെ പാപ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ഇപ്പോൾ പ്രോസ്പെക്റ്റീവ് അഡോപ്റ്റീവ് പേരൻസ്. സോ നമ്മുടെ ഒരു നമ്പർ വരുന്നു. സിമിലർലി ഈ ഓൾ ഇന്ത്യ, ഈ കാര എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് ഓൾ ഇന്ത്യയിൽ ഓരോ ഹോംസ് ഉണ്ടല്ലോ, ഹോംസിലെ കുഞ്ഞുങ്ങളെ അവർ രജിസ്റ്റർ ചെയ്യും. അപ്പം നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും ഉണ്ടാവുക. സോ ആ നമ്പറിൽ നമ്മൾ നിൽക്കുന്നു, ഒരു കുഞ്ഞു ഇതേപോലെ തന്നെ കയറുന്നു. ഇവൻച്വലി നമ്മുടെ നമ്പർ 1 പൊസിഷൻ എത്തുമല്ലോ. ആ സമയത്ത് ഒരു കുഞ്ഞും നമ്പർ 1 പൊസിഷനിലാണ്. ആൻഡ് ദേ ജസ്റ്റ് മാച്ച് യു. നമുക്കൊന്നും എനിക്കറിയത്തില്ല, കോൾ എടുക്കാൻ പറ്റില്ല. No call at all. Like you don't get to choose or shop your babies. No. എൻ്റെ അറിവ് അതിനകത്ത് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് തന്നെയാണ് കേട്ടോ. സോ ഫാർ അതിനകത്ത് ചേഞ്ചസ് ഒന്നുമില്ല. ഇറ്റ് ഇസ് ലൈക്ക് ദേ ജസ്റ്റ് മാച്ച് യു റാൻഡംലി. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അത് സെലക്ട് ചെയ്യാം. നമ്മൾ കൊടുത്തത് പെൺകുട്ടിയാണ്. ഏജ് അതായത് ഇപ്പൊ കളക്റ്റീവ് പേരൻസിന്റെ കളക്റ്റീവ് ഏജ് 80 ആണ് എങ്കിൽ നമുക്ക് ഇൻഫന്റ് കിട്ടും, അതായത് 6 മാസത്തിന് താഴെയുള്ള ഒരു കുഞ്ഞിനെ കിട്ടും. പക്ഷേ കളക്റ്റീവ് ഏജ് 80-ന് മുകളിലാണെങ്കിൽ മിക്കവാറും ഒരു 3-4 വയസ്സായ കുഞ്ഞിനെ കിട്ടുള്ളൂ. അത് കാരണം ആ കുഞ്ഞിന്റെയും കൂടെ ഒരു സ്പാൻ നോക്കിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. സോ നമ്മുടെ കളക്റ്റീവ് ഏജ് ആ സമയത്ത് 80-ക്ക് താഴെയായിരുന്നു. സോ വി വർ എലിജിബിൾ ഫോർ എൻ ഇൻഫന്റ്. നമ്മൾ ചൂസ് ചെയ്തത് ഒരു പെൺകുട്ടി വേണം എന്നുള്ള. ആൻഡ് വി സെഡ് എനിവെയർ ഇൻ ഇന്ത്യ, എവിടെയാണേലും കുഴപ്പമില്ല, ഇന്ത്യയിൽ എവിടുന്ന് വേണേലും ഒരു കുഞ്ഞ്. അപ്പൊ നമ്മൾ ആ ഓപ്ഷൻ ഓപ്പൺ ആക്കി വെച്ചതാണ്. ഇപ്പൊ കേരളം എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസ്ട്രിക്റ്റഡ് ആയി പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് വി സെഡ് എനിവെയർ ഇൻ ഇന്ത്യ. അങ്ങനെ ഇതിലും കൺസേൺസ് ഉള്ള പാരന്റ്സ് ഇല്ലേ? ഞാൻ ഇങ്ങനത്തെ അഡോപ്ഷൻ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പലതരം കൺസേൺസ് ഉണ്ട്. ഇപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള കൺസേൺസ് ഉണ്ട്, പിന്നെ എത്നിസിറ്റി കൺസേൺസ് ഉണ്ട്, പിന്നെ ഏത് റീജിയനിൽ നിന്ന് വരുന്നുള്ള കൺസേൺസ് ഉണ്ട്. ഇതൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു കൺസേണേ ഉണ്ടായില്ല. വി വർ ബോത്ത് ഓക്കെ വിത്ത് ഇറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു മേ ബി കളക്റ്റീവായിട്ട് ഒരുപാട് പേർക്ക് ഈ കൺസേൺ ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഇപ്പോ ഇഫ് യു ആർ ഫ്രം ദ സൗത്ത് ഓഫ് ഇന്ത്യ, നമുക്ക് ഇപ്പൊ കിട്ടുന്ന കുഞ്ഞ് സൗത്തിൽ നിന്ന് തന്നെയായിരിക്കും. നോർത്തിൽ നിന്നാണെങ്കിൽ നോർത്തിൽ നിന്നായിരിക്കും കിട്ടുക. സോ അങ്ങനെ ഇപ്പം പ്രോബബ്ലി ശരിയായിരിക്കാം. ഇപ്പൊ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നമുക്കിപ്പോ നോർത്ത് ഈസ്റ്റേൺ ഒരു കുഞ്ഞാണെങ്കിൽ ഷീ ലുക്ക് വെരി ഡിഫറെന്റ്. അപ്പോ ബട്ട് വി സെഡ് ഓക്കെ, വി ആർ ഓപ്പൺ ടു അക്സെപ്റ്റിംഗ് ഹെർ. എനിക്കറിയില്ല, പക്ഷെ ആ കുഞ്ഞിന് നമ്മളെ കാണുമ്പോൾ എപ്പോഴും ഉണ്ടാവും ഞാൻ ഇവരെ പോലെ അല്ലല്ലോ എന്ന് തോന്നുമോ? നമ്മുടെ മനസ്സിൽ 1000 ചോദ്യങ്ങളാണ്. അയ്യോ, ബിക്കോസ് അത് എന്തൊരു ഫ്രജൈൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണെന്നറിയോ. നമ്മൾ ഈ കുഞ്ഞിന് നമ്മളോട് സ്നേഹം ഉണ്ടാവോ, കുഞ്ഞിന് ഓക്കെ ആയിരിക്കുമോ, വിൽ വി ബി ഇനഫ് ഫോർ ദ ചൈൽഡ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് ആണ് നമ്മുടെ മനസ്സിൽ. സോ സ്വാഭാവികമായിട്ട് ഈ എത്നിസിറ്റിയുടെ കാര്യം അല്ലെങ്കിൽ ഇപ്പം കുഞ്ഞ് നമ്മളെ പോലെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് പ്രോബബ്ലി ഒരുപാട് പേരൻസിന്റെ കൺസേൺ ആയിരിക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്, ലീഗൽ സിസ്റ്റത്തിൽ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇഫ് യു ഫ്രം ദ സൗത്ത് ഓഫ് ഇന്ത്യ, നമുക്ക് സൗത്തിൽ നിന്ന് തന്നെയായിരിക്കും ഒരു കുഞ്ഞിനെ കിട്ടുന്നത്. അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് ഇപ്പോൾ ഒരുപാട് ഇപ്പൊ കുറെ കൂടി ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്ന ഒരു സമയം കൂടിയായിട്ട്. അത് ക്ലീനിങ് അപ്പ് ദ പ്രോസസ്, ഒരുപാട് പ്രോസസ് അവർ ക്ലീൻ അപ്പ് ചെയ്യുന്നുണ്ട്. എനിവേ, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് വി ഗേവ് ഓൾ ഓവർ ഇന്ത്യ. ആൻഡ് 2024 ഒരു കുഞ്ഞ് ബോംബെയിൽ നിന്നാണ് നമുക്ക് റെഫറൽ കിട്ടുന്നത്. അതൊക്കെ പറയും അല്ലേ, അറിയാൻ പറ്റും. ആ സമയത്തേ അറിയാൻ പറ്റുള്ളൂ എവിടുന്നാ കിട്ടുന്നതെന്നുള്ളത്. എനിക്കറിയില്ല ബോംബെ നിന്നാണ് വരാൻ പോകുന്നതെന്നുള്ളത്. ബോംബെ നിന്നാണ് കുഞ്ഞിനെ മാച്ച് ആയത്, ബോംബെ നിന്നാണ് കിട്ടിയത്. സോ നമ്മളത് കുഞ്ഞിനെ ഫസ്റ്റ് പിക്ചർ കണ്ടു. അപ്പൊ തന്നെ വി സെഡ് ഓക്കെ വി ഗോയിങ് ടു സീ ഹർ. അങ്ങനെ നമ്മൾ ചെന്ന് കണ്ടു.
കണ്ടു കഴിഞ്ഞാൽ വിസിറ്റ് നത്തിങ്, ഇനി ഒന്നും നോക്കാനില്ല, നമ്മൾ ഈ കുഞ്ഞിനെ തന്നെയാണ് നമ്മുടെ കുഞ്ഞ്, ദാറ്റ്സ് ഇറ്റ്. ഇനി വേറൊരു കുഞ്ഞോ, അതുപോലെ നമ്മളിപ്പോൾ റിജക്ട് ചെയ്യുവാണെങ്കിൽ തന്നെ യു ടു ഗിവ് എ വെരി വാലിഡ് റീസൺ എന്തുകൊണ്ട് നമ്മൾ കുഞ്ഞിനെ റിജക്ട് ചെയ്യുന്നു എന്നുള്ളത് പറയണം. പറയണം. അല്ലെങ്കിൽ ഇപ്പം നിറത്തിന്റെ ബേസിസിലോ ഒന്നും നമുക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെ നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റില്ല. they will not see it in the good light at all. അപ്പം ആ കുഞ്ഞ് നമുക്ക് കിട്ടിയ കുഞ്ഞാണ്. So that's it.